നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരളം മുഴുവൻ ഒരു പേരേ ജപിക്കുന്നുള്ളൂ: സഞ്ജു സാംസൺ. സഞ്ജുവിന്റെ ഓരോ റണ്ണും ഓരോ സിക്സറും മലയാളിക്ക് ആഘോഷമാണ്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ നാം മറന്നുപോയ അല്ലെങ്കിൽ ഓർക്കാൻ മടിക്കുന്ന ഒരു മുഖമുണ്ട്. 2 ലോക കിരീടങ്ങൾ ഇന്ത്യയ്ക്കായി നേടിത്തന്ന ഏക മലയാളി. മൈതാനത്ത് തീ തുപ്പുന്ന പന്തുകളെറിഞ്ഞും നിർണായകമായ ക്യാച്ചുകളെടുത്തും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആ മലയാളി പയ്യൻ ശാന്തകുമാരൻ ശ്രീശാന്ത്. സഞ്ജുവിനെ നാം നെഞ്ചിലേറ്റുമ്പോൾ ശ്രീശാന്തിനോട് നാം നീതി പുലർത്തിയോ? ശ്രീശാന്ത് ഒരു വീര്യമായിരുന്നെങ്കിൽ സഞ്ജു എങ്ങനെ നമ്മുടെ അഭിമാനമായി മാറി? കൈപ്പേറിയ സത്യങ്ങളും മധുരമുള്ള വിജയങ്ങളും കോർത്തിണക്കിയ ഈ താരതമ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇന്ത്യയുടെ സുവർണ നിമിഷങ്ങളിൽ ശ്രീശാന്ത് എന്ന പേര് എത്രത്തോളം പ്രധാനമാണെന്ന്. 2007 ആദ്യ T20 ലോകകപ്പ് ഫൈനലിൽ മിസ്ബാ ഉൾ ഹക്കിന്റെ ആ നിർണായകമായ ക്യാച്ച് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? ആ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ആദ്യമായി T20 കിരീടം ഉയർത്തിയത്. പിന്നീട് 2011 ധോണിയുടെ കീഴിൽ വാങ്കഡയിൽ ഇന്ത്യ ലോകകപ്പ് ഉയർത്തുമ്പോഴും ആ ടീമിൽ ശ്രീശാന്ത് ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തേ നാം ശ്രീയെ വേണ്ടത്ര ആഘോഷിച്ചില്ല? ശ്രീശാന്ത് മൈതാനത്തെന്നും ഒരു അഗ്രസീവ് പ്ലെയറായിരുന്നു. ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ സ്ലെഡ്ജ് ചെയ്യുന്ന, സിക്സർ അടിച്ചാൽ ഡാൻസ് കളിക്കുന്ന ആ പഴയ ശ്രീശാന്ത് അന്ന് നമുക്ക് വീര്യമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന വാതുവെപ്പ് വിവാദങ്ങൾ ആ കരിയറിനുമേൽ കറുത്ത നിഴൽ വീഴ്ത്തി. അതോടെ മലയാളികൾക്കിടയിൽ അദ്ദേഹം ഒരു ബാഡ് ബോയ് ചിത്രമായി ഒതുങ്ങിപ്പോയി. ശ്രീശാന്തിൽ നിന്ന് സഞ്ജു സാംസണിലേക്കുള്ള ദൂരം ഒരു സ്വഭാവമാറ്റത്തിന്റേതുകൂടിയാണ്. സഞ്ജു മലയാളികളുടെ ഹൃദയം കീഴടക്കിയത് തന്റെ ബാറ്റിംഗ് കൊണ്ട് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്. 10 വർഷത്തോളം ടീമിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടും, ലോകത്തിലെ ഏറ്റവും മികച്ച ടാലന്റായിരുന്നിട്ടും തന്നെ തഴഞ്ഞവർക്കെതിരെ സഞ്ജു ഒരക്ഷരം പോലും പരിഭവം പറഞ്ഞില്ല. 11 വർഷത്തെ ആ നീണ്ട കാത്തിരിപ്പ് ഏതൊരു കളിക്കാരനെയും തളർത്തും. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് അവഗണനകളെ നേരിടുന്ന ആ നാടൻ ഭാവമാണ് സഞ്ജുവിനെ ഇന്നൊരു പാൻ ഇന്ത്യൻ ഹീറോയാക്കിയത്. ശ്രീശാന്ത് മൈതാനത്ത് രോഷാകുലനായിരുന്നെങ്കിൽ സഞ്ജു ക്ഷമയുടെയും വിരയത്തിന്റെയും പ്രതീകമാണ്. പലരും മറന്നുപോയ ഒരു കാര്യമുണ്ട്: സഞ്ജു സാംസൺ എന്ന താരത്തെ വളർത്തിയെടുക്കുന്നതിൽ ശ്രീശാന്ത് വഹിച്ച പങ്ക്. രാജസ്ഥാൻ റോയൽസിലേക്ക് സഞ്ജുവിനെ എത്തിക്കുന്നതിലും തന്റെ പിൻഗാമിയായി ഒരു മലയാളി ഇന്ത്യൻ ടീമിലെത്തണമെന്ന് ആഗ്രഹിച്ചതും ശ്രീശാന്താണ്. സഞ്ജുവിന്റെ പോരാട്ടത്തിന് അടിത്തറയിട്ടത് ശ്രീശാന്തിന്റെ വിയർപ്പാണ്. വിഴിഞ്ഞത്തെ നാഷണൽ ട്രഷർ എന്ന് സഞ്ജുവിനെ വിളിക്കുമ്പോൾ നാം ഓർക്കണം, വിഴിഞ്ഞമെന്ന ഗ്രാമത്തെ ക്രിക്കറ്റ് ഭൂപടത്തിൽ ആദ്യം രേഖപ്പെടുത്തിയത് ശ്രീശാന്താണ്. സഞ്ജുവിന് കിട്ടിയ സ്നേഹത്തിന്റെ പകുതിയെങ്കിലും നാം ശ്രീക്ക് നൽകിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അതെ സഞ്ജു, നീ വെറുമൊരു ക്രിക്കറ്ററല്ല. നീതി വൈകിയെങ്കിലും അത് പൊരുതി നേടിയവരുടെ പ്രതീകമാണ് നീ. 2026 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന പുരസ്കാരം സഞ്ജു ഏറ്റുവാങ്ങുമ്പോൾ അത് 11 വർഷത്തെ ആ കഠിനാധ്വാനത്തിനുള്ള ഫലമാണ്. ശ്രീശാന്ത് നമുക്ക് വീര്യമായിരുന്നെങ്കിൽ സഞ്ജു ഇന്ന് നമ്മുടെ ജീവിത പാഠമാണ്. തോൽക്കുമെന്ന് തോന്നുമ്പോഴും പുഞ്ചിരിയോടെ പോരാടാൻ പഠിപ്പിച്ച സഞ്ജു. കോടികൾ കയ്യിലുണ്ടായിട്ടും ഇത്രയും ലാളിത്യത്തോടെ പെരുമാറുന്ന ഒരു താരം ഇന്ത്യൻ ക്രിക്കറ്റിൽ വേറെയുണ്ടാവില്ല. ശ്രീശാന്തിന്റെ പോരാട്ടവീര്യം ഇന്ത്യയെ ജയിപ്പിച്ചെങ്കിൽ സഞ്ജുവിന്റെ വിനയം ഇന്ന് ലോകത്തെ മുഴുവൻ മലയാളികളെയും ഒന്നിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ശ്രീശാന്തിനോട് നാം നീതി പുലർത്തിയോ? ശ്രീശാന്തിന്റെ അഗ്രസീവായ സ്റ്റൈലാണോ അതോ സഞ്ജുവിന്റെ ശാന്തമായ സ്റ്റൈലാണോ നിങ്ങൾക്ക് കൂടുതലിഷ്ടം? സഞ്ജുവിനെ നമ്മൾ വാഴ്ത്തുമ്പോൾ ശ്രീശാന്ത് എന്ന ഇതിഹാസത്തെക്കൂടി നാം ചേർത്ത് നിർത്തേണ്ടേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഞ്ജു സാംസന്റെ ഈ വലിയ വിജയത്തിൽ സന്തോഷിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.